ഹായ്, വെൽക്കം ടു ക്രാക്ക് വൺ. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് PSCൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സ്പോർട്സ് എന്ന് പറയുന്നത്. സ്പോർട്സ് എന്ന് പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കിൽ അതിൽ ഏറ്റവും കൂടുതൽ സ്പോർട്സ് ചോദിക്കാൻ സാധ്യതയുള്ളത് കറണ്ട് അഫയേഴ്സ് ആണ്. ഈ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ഫാക്റ്റുകളാണ് കൂടുതൽ സ്പോർട്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ അവർ ചോദിക്കാൻ സാധ്യതയുള്ളത്. അതിൽ തന്നെ ഈ വർഷം അതായത് 2026 വരുന്ന എക്സാമുകളിൽ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയയാണ് T20 വേൾഡ് കപ്പ്. അത് 2026 T20 വേൾഡ് കപ്പ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഇന്ത്യയാണ് T20 2026 T20 വേൾഡ് കപ്പ് വിജയിച്ചിരിക്കുന്നത് ഇന്ത്യയാണ്. മാത്രമല്ല നമ്മുടെ പ്രിയപ്പെട്ട സഞ്ജു സാംസൺ ഒരുപാട് അച്ചീവ്മെന്റ്സ് നേടിയിട്ടുള്ള ഒരു വേൾഡ് കപ്പ് കൂടിയായിരുന്നു ഈ T20 വേൾഡ് കപ്പ് എന്ന് പറഞ്ഞത്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചും PSC സംബന്ധിച്ചും ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഏരിയ ആണ് ഈ T20 വേൾഡ് കപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഫാൻ തന്നെ ഈ T20 വേൾഡ് കപ്പ് 2026 നടന്ന വേദി എവിടെയാണ്? അത് ഇന്ത്യ ആൻഡ് ശ്രീലങ്കയാണ്. രണ്ട് രാജ്യങ്ങൾ സംയുക്തമായിട്ടാണ് വേദി ഉണ്ടായിരുന്നത്. ഇത് നടന്ന തീയതി എന്ന് പറഞ്ഞാൽ 2026 ഫെബ്രുവരി 7 ആരംഭിച്ചത് മാർച്ച് 8 വരെ. 2026 മാർച്ച് 8 വരെയായിരുന്നു ഈ വേൾഡ് കപ്പ് ഉണ്ടായിരുന്നത്. ഇനി ഇതിനകത്ത് പങ്കെടുത്ത ആകെ ടീമുകളുടെ എണ്ണം ചോദിച്ചത് 20 ടീമുകളാണ് പങ്കെടുത്തിട്ടുള്ളത്. മത്സരങ്ങൾ 55 മത്സരങ്ങൾ, 20 ടീമുകൾ തമ്മിലുള്ള മത്സരം എന്ന് പറഞ്ഞാൽ 55 മത്സരങ്ങളായിരുന്നു കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ ഫൈനൽ, അതായത് ഈ ICC T20 വേൾഡ് കപ്പ് 2026ന്റെ ഫൈനൽ വേദിയായത് നരേന്ദ്രമോദി സ്റ്റേഡിയം, അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിനായി വെച്ചായിരുന്നു ഇതിന്റെ ഫൈനലിന് വേദിയായിട്ടുള്ളത്. ഇനി ഇതിന് കിരീടം നേടിയത്, അത് നമുക്ക് എല്ലാവർക്കും അറിയാം, കിരീടം നേടിയവരാണ് ഇന്ത്യയാണ്. ഫൈനലിൽ ആരെ തോപ്പിച്ച ന്യൂസിലാൻഡിനെ 96 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ കിരീടം നിലനിർത്തിയെന്ന് തന്നെ പറയണം. കാരണം ഇതിന് മുമ്പത്തെ 2024ലും ചാമ്പ്യൻസ് ആരായിരുന്നു? ഇന്ത്യ തന്നെയായിരുന്നു. അപ്പൊ ഇനി ഫൈനലിൽ സ്കോർ നില നോക്കണം. സ്കോർ നിലയൊക്കെ ഈ ഡിഗ്രി ലെവലിൽ ഇമ്പോർട്ടന്റ് ആയിരിക്കും. കാരണം ഡിഗ്രി ലെവൽ ഇച്ചിരി കൂടി ഡീപ്പായിട്ടൊക്കെ അവർ കറണ്ട് അഫയർ ഒക്കെ ചോദിക്കുക. അപ്പൊ ഇങ്ങനത്തെ സ്കോർ ലെവൽ, കാരണം ഇനിയിപ്പോൾ അടുത്ത് വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് ഒക്കെയാണ് വരാൻ പോകുന്നത്. അപ്പൊ അതിനോടനുബന്ധിച്ച് കൂടുതൽ അതുമായിട്ട് നമുക്ക് ഇച്ചിരി കൂടി റിലേറ്റഡ് ആയിട്ടാണ് ഈ കറണ്ട് അഫയർ വരുന്നത്. അപ്പം ഇതെന്തായാലും ഇച്ചിരി ഡീപ്പായിട്ട് തന്നെ നോക്കണം. അപ്പോൾ ഫൈനലിലെ സ്കോർ നില നോക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യ ആണെങ്കിൽ 255/5 ന്യൂസിലാൻഡ് ആണെങ്കിൽ 159 159 റൺസ് ന്യൂസിലാൻഡ് എടുത്തിട്ടുള്ളൂ. ഇന്ത്യ ആണെങ്കിലോ 255 റൺസ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി വേൾഡ് കപ്പ് ബ്രാൻഡ് അംബാസിഡർ ആരായിരുന്നു? അത് രോഹിത് ശർമ്മയായിരുന്നു കേട്ടോ. നമ്മുടെ മുൻ T20 ക്യാപ്റ്റൻ ആയിരുന്ന രോഹിത് ശർമ്മയാണ് വേൾഡ് കപ്പ് ബ്രാൻഡ് അംബാസിഡർ. 2026 വേൾഡ് കപ്പ് ബ്രാൻഡ് അംബാസിഡർ ആയി തെരഞ്ഞെടുത്തത് രോഹിത് ശർമ്മയായിരുന്നു. ഇനി ഇന്ത്യൻ ക്യാപ്റ്റൻ ആരായിരുന്നു ഇത്തവണത്തെ? അത് സൂര്യകുമാർ യാദവ് ആയിരുന്നു കേട്ടോ. 2026 T20 വേൾഡ് കപ്പ് ടീമിന്റെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ആയിരുന്നു. ടീമിന്റെ പരിശീലനം ഗൗതം ഗംഭീർ ആയിരുന്നു. ഇനി ഇതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഓപ്പോസിറ്റ് വന്ന ന്യൂസിലാൻഡ്. ഫൈനലിൽ ഓപ്പോസിറ്റ് വന്ന ന്യൂസിലാൻഡിന്റെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ന്യൂസിലാൻഡ് ക്യാപ്റ്റൻ ആരാണ്? മിച്ചൽ സാന്റിനാർ ആണ് ന്യൂസിലാൻഡിന്റെ ക്യാപ്റ്റൻ. അപ്പൊ ഇതൊന്ന് ഓർത്ത് നോക്കട്ടെ. ഇതൊക്കെ ഒന്ന് എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗങ്ങളാണ്. അതുപോലെ തന്നെ ഈ നോക്കേണ്ടത് ഈ T20 ലോകകപ്പിൽ കുറച്ച് പുരസ്കാരങ്ങളുണ്ട്. അതായത് പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ്, പ്ലെയർ ഓഫ് ദി ഫൈനൽ, അങ്ങനെ കുറെ പുരസ്കാരങ്ങളും കുറെ നേട്ടങ്ങളൊക്കെ കുറെ പേര് കൈ മേടിച്ചിട്ടുണ്ട്. അപ്പം അത് ഏതൊക്കെയാന്ന് നോക്കാം. ഈ T20 ലോകകപ്പിൽ 2026 പുരസ്കാരമാണ് ഒന്ന് പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, കാരണം PSC എടുത്തു ചോദിക്കാൻ സാധ്യതയുണ്ട്. എല്ലാ മലയാളികളും അറിഞ്ഞിരിക്കുന്ന ഒരു പുരസ്കാരമാണ്. അതായത് പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ആരാണ്? സഞ്ജു സാംസൺ. നമ്മുടെ മലയാളിയായിട്ടുള്ള സഞ്ജു സാംസൺ ആണ് പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ആയിട്ടുള്ളത്. അത് അദ്ദേഹം അടിച്ചെടുത്തത് എത്ര റൺസാണ്? 321 റൺസാണ്. 5 മത്സരങ്ങൾ അദ്ദേഹം കളിച്ചിട്ടുള്ളൂ. ആ 5 മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹം 321 റൺസ് അടിച്ചെടുത്തിട്ടുണ്ട്. അത് സ്ട്രൈക്ക് റേറ്റ് എത്രയാണ്? 199.37 അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത്. അദ്ദേഹം ശരാശരി റൺസ് റേറ്റ് വരുന്നത് 80.25 ശരാശരി റൺ റേറ്റ് എന്ന് പറയുന്നത്. ഇനി പ്ലെയർ ഓഫ് ദി ഫൈനൽ അല്ലെങ്കിൽ മാൻ ഓഫ് ദി മാച്ച് എന്ന് പറയുന്നത് ലാസ്റ്റ്, അത് ഫൈനലിലാട്ടോ പറയുന്നത്. ഫൈനലിൽ പ്ലെയർ ഓഫ് ദി ഫൈനൽ അല്ലെങ്കിൽ മാൻ ഓഫ് ദി മാച്ച് എന്ന് പറയുന്നത് ജസ്പ്രീത് ബുംറയായിരുന്നു. അദ്ദേഹത്തിന്റെ ബൗളിംഗ് ആണ് മെയിൻ ആയിട്ട് ഇന്ത്യയെ ഒരുപാട് സിറ്റുവേഷനുകളിൽ രക്ഷിച്ചിട്ടുള്ളത്. ഇന്ത്യനെ ഈ ക്രൂഷ്യൽ ആയിട്ടുള്ള പല സിറ്റുവേഷനിൽ നിന്നും ഇന്ത്യ രക്ഷപ്പെട്ട് പോന്നിട്ടുള്ളത് ജസ്പ്രീത് ബുംറയുടെ ബൗളിങ്ങിലൂടെയാണ്. അപ്പം അദ്ദേഹത്തിന് എന്തായാലും അത് അർഹിക്കുന്ന ഒരു അംഗീകാരമാണ് പ്ലെയർ ഓഫ് ദി ഫൈനൽ എന്ന് പറയുന്നത്. ഇനി ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ആളാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സാഹിബ് സാദ ഫർഹാൻ ആണ്. ഇത് ഏറ്റവും കൂടുതൽ റൺസ് നേടിയത്, ഈ ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് സാഹിബ് സാദ ഫർഹാൻ ആണ്. പാകിസ്ഥാൻ പ്ലെയർ ആണ്. 353 റൺസാണ് അടിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ എടുത്ത ആരൊക്കെ? അത് രണ്ടുപേരുണ്ട് കേട്ടോ. അത് രണ്ടുപേരും ഇന്ത്യക്കാരാണ്, ഇന്ത്യൻ ടീമിലുള്ളവരാണ്. ഒന്ന് ജസ്പ്രീത് ബുംറയും 14 വിക്കറ്റ് എടുത്തു. അതുപോലെ തന്നെ വരുൺ ചക്രവർത്തി, അതും 14ആണ്. അപ്പൊ രണ്ടുപേരുണ്ട് ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത രണ്ടുപേരാണ് ജസ്പ്രീത് ബുംറയും വരുൺ ചക്രവർത്തി. രണ്ടുപേരും 14 വീതം വിക്കറ്റുകളാണ് എടുത്തിട്ടുള്ളത്. ഇനി പുരുഷ T20 ലോകകപ്പിൽ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി നേടിയ താരം ചോദിച്ചാൽ ഫിൻ അലൻ ആണ്. ആരാണ്? ഫിൻ അലൻ. ന്യൂസിലാൻഡുകാരനായിട്ടുള്ള ഫിൻ അലൻ ആണ് പുരുഷ T20 ലോകകപ്പിൽ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി, അതാണ് വേഗമേറിയ സെഞ്ചുറി നേടിയത്. അപ്പൊ എത്ര ബോളിലാണ്? 33 ബോളിൽ നിന്നാണ് അദ്ദേഹം സെഞ്ചുറി നേടിയിട്ടുള്ളത്. 33 നിന്ന് 100 റൺസ് എടുത്ത് സെഞ്ചുറി നേടിയിട്ടുള്ള വ്യക്തിയാണ്. ഇനി ഫാസ്റ്റസ്റ്റ് 50 ചോദിച്ചല്ലോ, അത് അഭിഷേക് ശർമ്മയാണ് കേട്ടോ. നമ്മുടെ ഇന്ത്യൻ പ്ലെയർ ആയിട്ടുള്ള അഭിഷേക് ശർമ്മയാണ് ഫാസ്റ്റസ്റ്റ് 50. അതും 18 ബോളിൽ 50 റൺസ് അടിച്ചെടുക്കുകയാണ് ചെയ്തത്. 18 ബോളിൽ 50 റൺസ് അടിച്ചെടുത്തത്.
ഇനി ഒരു കളിയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതാരാണ്? അത് യുവരാജ് സാംറയാണ്. ഒരു കളിയിൽ ഏറ്റവും ഉയർന്ന റൺസ് നേടിയ താരാണ് യുവരാജ് സാംറയാണ്. 65 ബോളിൽ നിന്ന് 110 റൺസാണ് അദ്ദേഹം അടിച്ചെടുത്തത്. എത്രയാണ്? 65 ബോളിൽ നിന്ന് 110 റൺസ് അദ്ദേഹം അടിച്ചിട്ടുണ്ട്. യുവരാജ് സാംറ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്ത്യക്ക് കുറെ നേട്ടങ്ങൾ, അത് ഇത്തവണത്തെ വേൾഡ് കപ്പ് ചാമ്പ്യന്മാരായതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് നേട്ടങ്ങൾ ഇന്ന് ഇത്തവണ ലഭിച്ചിട്ടുണ്ട്. ഒരു കുറെ അംഗീകാരം, കുറെ റെക്കോർഡുകളാണ് ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ളത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നെന്ന് പറയുന്നത് 3 തവണ T20 ലോകകപ്പ് നേടുന്ന ആദ്യ ടീമാണ് ഇന്ത്യ. അതായത് ഇന്ത്യ ഈ ലോകത്തെ തന്നെ T20 വേൾഡ് കപ്പിൽ 3 ട്രോഫിയുള്ള ഒരേ ഒരു ടീം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. തുടർച്ചയായി 2 തവണ T20 ലോകകപ്പ് നേടുന്ന ഏക രാജ്യം ഇന്ത്യയാണ്. അതായത് 2024ലും അതിനുശേഷം 2026ലും T20 ലോകകപ്പിലും ചാമ്പ്യന്മാരായിട്ടുള്ളത് ഇന്ത്യയാണ്. അങ്ങനെ തുടർച്ചയായിട്ട് 2 തവണ T20 ലോകകപ്പ് നേടുന്ന രാജ്യമാണ് ഇന്ത്യ. ഇനി ഏറ്റവും കൂടുതൽ T20 ലോകകപ്പ് നേടുന്ന രാജ്യം എന്ന് ചോദിച്ചാൽ അത് ഇന്ത്യ തന്നെയാണ് കേട്ടോ. കാരണം 3 T20 ലോകകപ്പാണ് ഉള്ളത്. ആ 3 വേറൊരു രാജ്യത്തിന് 3 ഇല്ല. ഇന്ത്യക്കാണ് 3 T20 ലോകകപ്പ് ഉള്ളത്. ഇനി ഏറ്റവും കൂടുതൽ ICC ഫൈനൽ ടൂർണമെന്റുകൾ വിജയിച്ച രാജ്യം ചോദിച്ചാൽ അത് ഇന്ത്യയാണ്. ആതിഥേയരായി കിരീടം നേടുന്ന ആദ്യ രാജ്യം. ആതിഥേയരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇവിടെയാണ് ഹോസ്റ്റ് ചെയ്തത്. നമ്മുടെ രാജ്യത്താണ് ഇത് കണ്ടക്ട് ചെയ്ത്. നമ്മുടെ രാജ്യത്തും ശ്രീലങ്കയിലും, അതായത് ഇന്ത്യയിലും ശ്രീലങ്കയിലുമായിട്ടാണ് ഈ ഗെയിം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ വേൾഡ് കപ്പ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആതിഥേയരായ രാജ്യം തന്നെ കിരീടം അടിക്കുന്ന ആദ്യത്തെ രാജ്യമായിട്ട് മാറിയിരിക്കുകയാണ് ഇന്ത്യ. ഇനി ഫൈനലിൽ ഇന്ത്യ നേടിയിട്ടുള്ള 255/5 എന്ന റൺസ്, അത് T20 ലോകകപ്പ് ഫൈനൽ ചരിത്രത്തിൽ, അത് ഫൈനലിലെ കേട്ടോ, എടുത്തു നോക്കണം. T20 ലോകകപ്പ് ഫൈനലിന്റെ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന ടീം സ്കോർ ആണ് എന്ത്? 255 എന്ന് പറയുന്നത്. ഇതുവരെ ഒരു ടീമും ഫൈനലിൽ ഇത്രയും വലിയ ഒരു സ്കോർ T20 ലോകകപ്പിൽ നേടിയിട്ടില്ലെന്നുള്ളതാണ്. ഇനി അടുത്താണ് ഇന്ത്യന്റെ ICC ട്രോഫികൾ. അത് ഇതിന്റെ കൂടെ ചേർത്ത് നോക്കേണ്ട ഒരു കാര്യമാണിത്. കാരണം ഓരോ വേൾഡ് കപ്പ്, അത് വേൾഡ് കപ്പും ഓരോ ചാമ്പ്യൻസ് ട്രോഫിയെ പോലുള്ള കുറച്ച് വേൾഡ് കപ്പുകളിൽ എത്ര ട്രോഫികൾ ഇന്ത്യക്ക് ഉണ്ടെന്ന്, ഏതൊക്കെ വർഷമാണ് എത്ര ട്രോഫികൾ ഉണ്ടെന്നുള്ളതാണ് നോക്കുന്നത്. അതിൽ T20 തന്നെ, ആദ്യത്തെ T20 വേൾഡ് കപ്പിൽ തന്നെ എത്രയാണ്? ഇപ്പൊ നമ്മൾ പറഞ്ഞത് 3 മെൻസ് T20 വേൾഡ് കപ്പിൽ 3 വേൾഡ് കപ്പാണ് നമുക്കുള്ളത്. 3 ട്രോഫികളാണുള്ളത്. അതിൽ ഒന്ന് 2007, പിന്നെ 2024, പിന്നെ 2026. അങ്ങനെ 3 വർഷങ്ങളിലായിട്ടാണ് മെൻസ് T20 വേൾഡ് കപ്പ് ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ളത്. ഇനി മെൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് ചോദിച്ചാൽ അത് 2 അത് 1983, അതെല്ലാവർക്കും അറിയുന്ന നേരം 1983, പിന്നെ 2011. ഇങ്ങനെ 2 മെൻസ് ക്രിക്കറ്റ് ട്രോഫിയാണ് ഉള്ളത്. പിന്നെ ചാമ്പ്യൻസ് ട്രോഫി ചോദിച്ചാൽ അത് 3 ഉണ്ട്. ഇന്ത്യക്ക് 3 ചാമ്പ്യൻസ് ട്രോഫിയാണുള്ളത്. ഒന്ന് 2002, 2013, 2025. അങ്ങനെ 3 ചാമ്പ്യൻസ് ട്രോഫിയാണ് ഇന്ത്യക്കുള്ളത്. ഇനി അണ്ടർ 19 ആണെങ്കിലും 6 ഉണ്ട്. അണ്ടർ 19 വേൾഡ് കപ്പ് ആണെങ്കിൽ 6 ഉണ്ട് ഇന്ത്യക്ക്. 6 അണ്ടർ 19 വേൾഡ് കപ്പുകളുണ്ട്. പിന്നെ ഉള്ളതാണ് ഇന്ത്യൻ വുമൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം 2025 വുമൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് ആർക്കാണ്? ഇന്ത്യക്കാണ് ലഭിച്ചത്. ഇന്ത്യയുടെ ആദ്യത്തെ വുമൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് ട്രോഫിയാണ് നമുക്ക് കഴിഞ്ഞ വർഷം, അത് 2025 വേൾഡ് കപ്പിൽ ലഭിച്ചത്. അപ്പൊ ഇതൊന്ന് നോക്കി വെക്കുക. കാരണം ഇതിന്റെ വർഷം ഒന്ന് നോക്കി വെക്കണം, എത്ര ട്രോഫി ഉണ്ടെന്ന് നോക്കി വെക്കണം. ഇത് നമുക്ക് PSC എന്തായാലും ചോദിക്കാൻ സാധ്യത കാണുന്ന ഒരു ഭാഗമാണിത്. ഇനിയാണ് നമ്മുടെ സ്വന്തം സഞ്ജു സാംസൺ. അദ്ദേഹത്തിന് ഒരുപാട് നേട്ടങ്ങൾ, അത് ഒരുപാട് അച്ചീവ്മെന്റ്സ് നടത്താൻ പറ്റിയിട്ടുള്ള ഒരു വേൾഡ് കപ്പ് ആയിരുന്നു ഇത്തവണ എന്ന് പറയുന്നത്. 2026 വേൾഡ് കപ്പ് ആരൊക്കെ മറന്നാലും സത്യം പറഞ്ഞാൽ ഈ സഞ്ജു സാംസണും മലയാളികളും അങ്ങ് അത്ര പെട്ടെന്നൊന്നും മറക്കൂല. അത്ര ഇമ്പോർട്ടന്റ് ആയിരുന്നു സഞ്ജു സാംസണെ സംബന്ധിച്ച് ഈ തവണത്തെ വേൾഡ് കപ്പ് എന്ന് പറയുന്നത്. അദ്ദേഹം നേടിയ കുറെ നേട്ടങ്ങൾ, അദ്ദേഹം കുറെ റെക്കോർഡുകളും നേട്ടങ്ങളും നേടിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെയായിരുന്നു നോക്കാം. കാരണം വെച്ചാൽ എന്തായാലും PSC ഇതിനകത്ത് ഒരു ചോദ്യം ചോദിക്കാനുള്ള സാധ്യത വളരെ കാണുന്നുണ്ട്. കാരണം ഒരു മലയാളി ഇത്രയും നേട്ടങ്ങൾ നേടിയിട്ടുണ്ട്. ആ നേട്ടങ്ങളെ പറ്റിയും ചോദിക്കാം. ഇത് ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യത. ഡിഗ്രി ലെവൽ വരുന്നതുകൊണ്ട് തന്നെ ഡിഗ്രി ലെവൽ പ്രിലിംസിന് ചിലപ്പോൾ ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചോദിക്കും. അപ്പൊ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒന്നാന്ന് പറയുന്നത് എന്താ? പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ്. അദ്ദേഹമായിരുന്നു T20 വേൾഡ് കപ്പിന് പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ്. ഇതിന്റെ മറ്റൊരു പ്രത്യേകത, ഈ നേട്ടം കഴിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ കൂടിയാണ് ഇദ്ദേഹം എന്ന് പറയുന്നത്. ഈ ടൂർണമെന്റിൽ ഇന്ത്യൻ നിരയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം ചോദിച്ചാൽ ആരാണ്? അതും ഇദ്ദേഹം തന്നെയാണ് കേട്ടോ. സഞ്ജു സാംസൺ ആണ് ടൂർണമെന്റിൽ ഇന്ത്യൻ നിരയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം. വെറും 5 മത്സരത്തിൽ നിന്ന് സഞ്ജു നേടിയത് 321 റൺസാണ് അദ്ദേഹം നേടിയത്. വെറും 5 മത്സരങ്ങളെ കളിച്ചിട്ടുള്ളൂ. ഫുൾ ഗെയിം കളിച്ചിട്ടില്ല. എല്ലാ മത്സരങ്ങളും പങ്കെടുത്തിട്ടില്ല പുള്ളി. ആകെ 5 മത്സരത്തിലേ പങ്കെടുത്തിട്ടുള്ളൂ. ആ 5 മത്സരത്തിൽ തന്നെ 321 റൺസ് അദ്ദേഹം അടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ടൂർണമെന്റിലെ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമായി മാറിയത് അദ്ദേഹം. ഇനി ഒരു ലോകകപ്പ് എഡിഷനിൽ ഏറ്റവും കൂടുതൽ സ്കോർ നേടിയ ഇന്ത്യൻ താരം, അത് ചോദിച്ചാരാണ്? അതും അദ്ദേഹമാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ സ്കോർ നേടിയ താരം അദ്ദേഹമാണ്. ഇതിന് മുമ്പ് ഈ റെക്കോർഡ് ഉണ്ടായിരുന്ന ആർക്കാണ്? നമ്മുടെ വിരാട് കോഹ്ലിക്കായിരുന്നു ഉണ്ടായിരുന്നത്. 389 റൺസ് ആയിരുന്നു. ആ റെക്കോർഡിനെ മറികടന്നാണ് ഇദ്ദേഹം 321 റൺസ് ഈ ലോകകപ്പിൽ അടിച്ചെടുത്തത്. അങ്ങനെ ഒരു ലോകകപ്പിൽ അഡീഷണൽ ഏറ്റവും കൂടുതൽ സ്കോർ നേടി ഇന്ത്യൻ താരം എന്നുള്ള റെക്കോർഡ് ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ കയ്യിലാണ്. ഈ T20 ലോകകപ്പ് ഫൈനലിൽ ഒരു താരത്തിന്റെ ഏറ്റവും ഉയർന്ന സ്കോർ എന്ന റെക്കോർഡ് നേടിയ താരം ഇദ്ദേഹം തന്നെയാണ്. സെമി ഫൈനലിലും ഫൈനലിലും അർദ്ധ സെഞ്ചുറി നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ താരമാണ് കേട്ടോ. രണ്ടാമത്തെ ഇന്ത്യൻ താരമാണ് അതും സഞ്ജു സാംസണാണ്. ഇനി ഒരു T20 ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടുന്ന താരം, 24 സിക്സറുകളായിരുന്നു. എണ്ണം ഓർത്ത് വെച്ചോളാം. 24 സിക്സറുകളാണ് ഈ T20 ലോകകപ്പിൽ അദ്ദേഹം അടിച്ചത്. അത് ഈ T20 ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ അടിച്ച താരം എന്നുള്ളത്
ബഹുമതി അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പുരുഷ സീനിയർ ലോകകപ്പിൽ ടൂർണമെന്റിലെ താരമാകുന്ന ആദ്യ മലയാളി ചോദിച്ചാരാണ്? അതും സഞ്ജു സാംസണാണ്. ഇത്രയും പ്രത്യേകതകളുണ്ട്. ഇപ്പൊ നന്നായിട്ട് തന്നെ ഇദ്ദേഹത്തിന്റെ ഈ ഭാഗം ഒന്ന് നോക്കുക. കാരണം T20 വേൾഡ് കപ്പ് 2026 എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഒരുപാട് ഇമ്പോർട്ടന്റ് ആണ്, പ്രത്യേകിച്ച് കേരളത്തിൽ മലയാളികളെ സംബന്ധിച്ച്. ഇനി ലോകകപ്പിലും മലയാളികളും നമ്മളിപ്പോ ചാനലുകളിലാണെങ്കിലും അല്ലാതെ തന്നെ നമ്മൾ പറയുന്ന പലരും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ്, ലോകകപ്പിൽ ഒരു മലയാളി ഉണ്ടെങ്കിൽ ടീമിൽ ഒരു മലയാളി ഉണ്ടെങ്കിൽ ആ ലോകകപ്പ് ഇന്ത്യക്കായിരിക്കും എന്നൊരു ഇത് പറയുന്നുണ്ട്. അത് നമുക്ക് അന്ധവിശ്വാസമൊന്നും അല്ല, ഇത് പറയുന്നതാണ്. അപ്പം അതിനൊരു ഇതായിട്ടാണ് നമുക്ക് ലോകകപ്പ് മലയാളികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ ലോകകപ്പിലുണ്ടായിരുന്ന മലയാളികൾ ആയിരിക്കും നമുക്കൊന്ന് വെറുതെ നോക്കാം. ഒന്ന് സുനിൽ വത്സൻ, 1983 വേൾഡ് കപ്പ് ടീമിനകത്ത് ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു സുനിൽ വത്സൻ. അദ്ദേഹം ഒരു മലയാളിയായിരുന്നു. പിന്നെ 2007ലും 2011ലും വേൾഡ് കപ്പുകളിൽ ശ്രീശാന്ത്, അതായത് എല്ലാവർക്കും അറിയുന്നതാണ്, ശ്രീശാന്ത് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇനി നമുക്കറിയുന്ന അടുത്ത സഞ്ജു സാംസൺ 2024 അദ്ദേഹം അന്ന് കളിച്ചിട്ടില്ലായിരുന്നു, അന്ന് പ്ലെയർ ആയിരുന്നു ഉണ്ടായിരുന്നു, ടീമിലുണ്ടായിരുന്നു, പക്ഷെ അദ്ദേഹത്തിന് കളിക്കാൻ പറ്റിയില്ല. പിന്നെ 2026 ഈ വർഷത്തെ കളിയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. ബാക്കി നമുക്ക് അറിയുന്നതാണ്, ഇപ്പൊ എല്ലാം അദ്ദേഹത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാണല്ലോ. ഇനി ഇപ്പൊ അടുത്ത് നടന്നത് മിന്നുമണിയാണ്. അതായത് നമ്മുടെ വുമൻസ് വേൾഡ് കപ്പ് 2020 വുമൻസ് വേൾഡ് കപ്പിൽ റിസർവ്ഡ് പ്ലെയർ ആയിട്ടായിരുന്നു മിന്നുമണി ഉണ്ടായിരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ മിക്ക വേൾഡ് കപ്പ് കിട്ടിയതിനകത്ത് എന്തൊരു മലയാളി സാന്നിധ്യം ഉണ്ടെന്നാണ് ഒരു പറച്ചില്. അപ്പൊ മലയാളികൾ ഉണ്ടെങ്കിൽ ആ വേൾഡ് കപ്പ് നമുക്ക് കിട്ടും, അല്ലെങ്കിൽ ഇന്ത്യക്ക് കിട്ടുമെന്നാണ് ഒരു ഇത്. അപ്പം ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ഇപ്പം ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നോക്കണമെന്ന് വെച്ചാൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കണം. കാരണം വെച്ചാൽ ഇതിലും ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പറ്റണം, അതാണ് നല്ലത്. കാരണം ഡിഗ്രി പ്രിലിംസ് ആണ്, അതിനകത്ത് എങ്ങനെയൊക്കെ ചോദിക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. ഏത് കറണ്ട് അഫയർ ആണെങ്കിൽ നല്ല സ്റ്റേറ്റ്മെന്റ് ലെവലിലേ വരാൻ സാധ്യതയുള്ളൂ. ഡിഗ്രി പ്രിലിംസ് ആണ്, ഇതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ നോക്കുക. ഇനിയിപ്പോൾ മെയ് 2 തൊട്ട് ഡിഗ്രി പ്രിലിംസ് ആരംഭിക്കുകയാണ്. അപ്പം എല്ലാവരും നന്നായിട്ട് തന്നെ കറണ്ട് അഫയർ നോക്കുക. കാരണം നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കറണ്ട് അഫയർ ഡീപ്പായിട്ട് തന്നെ അവർ ചോദിക്കാൻ സാധ്യതയുണ്ട്. സ്റ്റേറ്റ്മെന്റ് ലെവലിലായിരിക്കും ചോദ്യം വരിക. അപ്പോൾ അതിനനുസരിച്ച് നന്നായിട്ട് തന്നെ എല്ലാവരും പഠിക്കുക. താങ്ക് യു.